ഡാ നിന്റെ ഗ്രീഷ്മയുടെ കാര്യം ഞാൻ നമ്മളെ പറഞ്ഞിട്ടുണ്ടേ, കുഴപ്പമില്ലല്ലോ. അത് സാരമില്ല. എന്നാ ശരി, ഇതേ വരുന്നുണ്ട്. വരുന്നുണ്ടാ ചെല്ലു. നീ നോക്കി. ശരി, എന്നാ ഉച്ചയ്ക്ക് കാണാവേ. ആ ശരി. ഇതാരാ ചെയ്തേ? ഗ്രീഷ്മ കണ്ടോ? ഇല്ല. എന്നാ വാ നമുക്ക് HMന് കംപ്ലൈന്റ് കൊടുക്കാം. ഓടാതെ അവിടെ നിൽക്കാൻ. ഓടാതെ നിന്നെ ഞാൻ ഓടാതെ. ടീച്ചർ കേൾക്കോട്ടെ. എന്താ ഇത്ര താമസിച്ചത്? സോറി ടീച്ചർ. എടാ കടവരുത്തിട്ട്. ടീച്ചർ ഒരു മിനിറ്റ് ഒന്ന് പുറത്തോട്ട് നിൽക്കുക. ആരാടാ ഇപ്പൊ ലേറ്റായിട്ട് ക്ലാസ്സിൽ കയറിയത്? കൊള്ളാം. ഓ ഇഷ്ടപ്പെട്ടില്ല. വേണ്ട വേണ്ട വേണ്ട, നല്ല ക്ഷീണം കാണും. കിടന്നോ കിടന്നോ. ദാ ഈ ബെഞ്ചെടുത്ത് പുറകോട്ട് നീക്കിയിട്ടിട്ട് അതിന്റെ മണ്ടയ്ക്ക് കയറി മക്കള് സുഖമായിട്ട് കിടന്നുറങ്ങിക്കോ. നല്ല ക്ഷീണമുള്ളതല്ലയോ? ശരി മാഷേ. അങ്ങോട്ട് പിടിക്കണം. മാറിക്കട അങ്ങോട്ട്. ഇങ്ങനെടാ അഹങ്കാരികള്. മാറിക്കട അങ്ങോട്ടോ. ഇന്ന് രാവിലെ ഒരുത്തൻ്റെ അച്ഛൻ വന്നിരുന്നു. കാര്യം എന്താന്ന് ചോദിച്ചപ്പം മോൻ എന്നും താമസിച്ചാണ് വീട്ടിലെത്തുന്നെന്ന് ചോദിച്ചപ്പോൾ പറയുക എക്സ്ട്രാ ക്ലാസ് ഉണ്ടെന്ന്. ഞാൻ പറഞ്ഞു അതൊക്കെ കഴിഞ്ഞു, ഇപ്പം അങ്ങനെയൊന്നും ഇല്ല. ആ മോൻ ആരാണെന്ന് ഞാൻ ചോദിച്ചപ്പോൾ അയാൾ പറയുക, സാർ എൻ്റെ മോനാണ് സാർ. 2 വലിയ ഉണ്ട കണ്ണുകളുണ്ട് സാർ. മൂക്കിൽ 2 ദ്വാരമുണ്ട് സാർ. ഉറങ്ങുമ്പോൾ 2 കണ്ണും അടഞ്ഞിരിക്കും സാർ. പിന്നെ ആഹാരം കഴിക്കുമ്പോൾ വാ ദേണ്ടിങ്ങനെ ടപ്പേ ടപ്പേന്ന് അടയ്ക്കുകയും തുറക്കുകയും ചെയ്യും സാർ. പണ്ട് പാമ്പ് വേലായുധന്റെ പേരുള്ള ഒരാളുണ്ടായിരുന്നു. അയാൾ 24 മണിക്കൂറും പാമ്പുകളുടെ കൂടെ ആയിരുന്നു കഴിഞ്ഞിരുന്നത്. അതും പലതരം പാമ്പുകൾ. അതുകൊണ്ട് എല്ലാവരെയും പോലെ എനിക്കും അദ്ദേഹത്തോട് ബഹുമാനവും സ്നേഹവും ഒക്കെ ആയിരുന്നു. പക്ഷേ ഇപ്പൊ എനിക്ക് അങ്ങേരോട് വലിയ പുച്ഛവാ. എന്താന്ന് അറിയാമോ? ഇല്ല സാർ. എന്നെ വെച്ച് നോക്കുമ്പോ ഒന്നുമല്ല. അയാള് പാമ്പിന്റെ കൂടെയാണ് സഹവാസമെങ്കിൽ ഞാനിവിടെ നാടൻ ചൊക്കൻ, ഒറാങ്കുട്ടൻ, ചിമ്പാൻസി, ചൊറിയാൻ പറഞ്ഞവൻ, റോട്ടിൽ തൂറി, കാട്ടുമാക്കാൻ, കാണ്ടാമൃഗം എന്ന് പറഞ്ഞ കൂടെ അല്ലേടവേ ഞാൻ സഹവാസം. അപ്പൊ ഞാൻ ആരായി? സൈലൻസ്. നിനക്ക് കണ്ടമാനം അങ്ങ് സുഖിച്ചെന്ന് തോന്നുന്നു. എഴുന്നേക്കടാ. രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് ചേരി തിരിഞ്ഞ സഖ്യകക്ഷിയിൽപ്പെട്ട രാജ്യങ്ങൾ ഏതൊക്കെയാ? അത് ഇന്ത്യ. ഇന്ത്യ. കഷ്ടം. പല്ലൊളിക്കാനാണോടാ സ്കൂളിൽ വരുന്നത്? എല്ലാം കൂടെ കോഴിക്കോട് തുറന്നു വിട്ട പോലെ രാവിലെ ഇങ്ങ് ഇറങ്ങിക്കോളും. എവിടെ പോവാന്ന് ആരെങ്കിലും ചോദിച്ചാ അവിടുത്തെ സാറിന് വളർന്നതാ മുട്ടപ്പ എത്തി, ഇപ്പൊ വെട്ടിത്തരാമെന്നും പറഞ്ഞ് ഇഞ്ഞ് പോരും. സാറിന്റെ മാനേജർ വിളിക്കും. എടാ നീ ഇറങ്ങടാ. ഓക്കേടാ.
കുസുമ, ആ മുഖം ഒന്ന് കാണിച്ചു തരും. കബഡി 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 നാളെ വല്ല ലീവ് ഉണ്ടാ? ഏയ് ഇല്ല. നമ്മുടെ അപ്പുക്കുട്ടൻ മാഷിന് ഇപ്പൊ എങ്ങനെയാ? ആശുപത്രിയിൽ നിന്ന് കണ്ടപ്പോ ഒന്നാ തോന്നുന്നേ. അല്ലെങ്കിൽ ഈ സ്കൂളിലെ മാഷന്മാർക്ക് കൊടുക്കത്ത ഐസാന്നേ. ആണല്ലേ? എന്റെ ചേട്ടൻ ഇവിടെ 10 കൊല്ലം പഠിച്ചിട്ട് ആ കെയറോഫിൽ പുള്ളിക്ക് ഒരു ലീവ് പോലും കിട്ടിയിട്ടില്ല. ഇല്ലേ? ഇല്ല. എടാ ഞാൻ ഇപ്പൊ വരാം. ആ ചെല്ല് ചെല്ല് ചെല്ല്. നീ എന്തിനാ ക്ലാസ്സിലിരിക്കുമ്പോ എന്നെ തന്നെ നോക്കുന്നേ? അത് നീ അറിയാതെ നിന്റെ ചുറ്റിനും ഒരു പൂമ്പാറ്റ വട്ടം ചുറ്റാറുണ്ട്. എന്നിട്ടെന്താ ഞാൻ കാണാത്തെ? അത് എല്ലാവർക്കും കാണാൻ പറ്റില്ല, ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രമേ കാണാൻ പറ്റൂ. ഹായ് ബുള്ളറ്റ്. ഭീഷ്മയ്ക്ക് ഇഷ്ടമാണോ ബുള്ളറ്റ്? ബുള്ളറ്റ് ഇഷ്ടല്ലാത്ത ആർക്കാ ജയ? എന്ത് ചന്ത അതിൽ വരുന്ന കാണാൻ. ജയന് ഇഷ്ടല്ലേ? ആ എനിക്കിഷ്ടാ. അന്നാണ് ഗിരീഷ്മയുടെ മനസ്സിൽ ബുള്ളറ്റിനുള്ള സ്ഥാനം എനിക്ക് മനസ്സിലായത്. വലുതാകുമ്പോൾ എങ്ങനെയെങ്കിലും ഒരു സർക്കാർ ജോലി നേടി അവളെ സ്വന്തമാക്കണമെന്നായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. അതിനോടൊപ്പം അന്ന് മറ്റൊരു ആഗ്രഹം കൂടി വളർന്നു, ബുള്ളറ്റ്. ജയ, ഇത്തവണെങ്കിലും പാസ്സാവോ? ഒരു ലക്കുല്ലടി. ഇത്തവണെങ്കിലും കിട്ടിയില്ലേ ഞാൻ എൻ്റെ വഴി നോക്കും കേട്ടോ. നീ കോളേജിലെ പിള്ളേരെ പഠിപ്പിച്ചാൽ മതി, എന്നെ പഠിപ്പിക്കാൻ വരുന്നത് കേട്ടോ. ഓ, ഞാനൊന്നും പറയുന്നില്ലേ, അല്ലെങ്കിൽ ഞാൻ പറയുന്നൊന്നും കേൾക്കാറില്ല. ആ രമേശിനെത്തിയല്ലോ, അപ്പൊ ശരിയെന്നാ. ആ രമേശ, രമേശിനെന്താ അമ്പലത്തിൽ കയറാത്തെ? ഞാൻ കമ്മ്യൂണിസ്റ്റാ. ഓ, കുറെ കേട്ടിട്ടുണ്ട്. ആ ഞാൻ പോട്ടെ, ബസ്സിന് ടൈമായി. ഒരു കാര്യം ചെയ്യും, വണ്ടിയിൽ വേണമെങ്കിൽ ഇറങ്ങിയോ, ആ കോളേജിന്റെ പടിക്ക് ആക്കി തരാം. ഞാൻ കമ്മ്യൂണിസ്റ്റുകാരുടെ വണ്ടി കയറാറില്ല. എന്നാ പിന്നെ ബസ്സിൽ തന്നെ വയ്ക്കും. നീ വാ. എടാ, ഓ നിനക്ക് ഈ പരീക്ഷ എഴുത്തൊന്ന് അവസാനിപ്പിച്ചൂടെ? എടാ, ഈ നാട്ടിൽ മൊത്തം സംസാര വിഷയം ഇപ്പൊ ഇതാണല്ലോ. അപ്പൊ എൻ്റെ സർക്കാർ ജോലിയും ഗിരീഷ്മയും ബുള്ളറ്റും എനിക്ക് വ്യക്തമായിട്ടുള്ള ലക്ഷ്യങ്ങളുണ്ട്. എടാ, അത് മാത്രമേ നിനക്ക് സ്വന്തമായിട്ടുള്ളൂ, ഈ പറഞ്ഞ ലക്ഷ്യം. എടാ, നീ പറഞ്ഞ കേട്ടതൊന്നും നിനക്കെന്തോ വലിയ വീടും ബംഗ്ലാവും കാറൊക്കെ ഉണ്ടെന്ന് സ്വന്തമായിട്ട്. നീ പോടാ, ഈ ഒരൊറ്റ പ്രതീക്ഷയല്ല അവള് കാത്തിരിക്കുന്നത്. എനിക്ക് ഉറപ്പാ ഇത്തവണ എന്തായാലും ഞാൻ നീ പാസ്. ഈ പ്രാവശ്യം പാസ്സാവും പരീക്ഷ, സമ്മതിച്ചു. പക്ഷെ ഞാൻ ചോദിക്കുന്നതിന് കറക്റ്റായിട്ട് ഉത്തരം തരണം. ആ ഈ KFCയുടെ ഫുൾ ഫോം എന്താണ്? KFC? ആ KFC നമ്മുടെ അബു ദുബായിൽ നിന്ന് നമുക്ക് ചെലവ് ചെയ്തില്ലേ, ആ KFC. ഒന്ന് പോടാ അവിടുന്ന്. KFCയുടെ ഫുൾ ഫോം ഒന്നും ആരും ചോദിക്കത്തില്ല ഈ PSC പരീക്ഷയ്ക്കകത്ത്. എപ്പോഴും പരീക്ഷയ്ക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ഊള ചോദ്യം ചോദിക്കും. ആ ഇവിടെ തന്നെ നിർത്തി. ഇവിടെ തന്നെ അല്ലേ? ആ ശരിടാ, എന്നാ ആ ഓൾ ദ ബെസ്റ്റ്, തകർക്ക്. ഓക്കേടാ, വൈകുന്നേരം കാണാൻ. ഇത്തവണ ഞാൻ എന്തായാലും പാസ്സാവും. ഓ ആയിക്കോട്ടെ, ശരി. രമേശ് ഒന്ന് പെട്ടെന്ന് പോടാ. എന്താ നീ ഒന്ന് അടങ്ങ്, പോവല്ലേ? എടാ, നീ ധൃതി കൂട്ടാതെ, ഇത് ബെൻസൊന്നും അല്ലല്ലോ. ശരിക്കും ഇത് എന്ത് വണ്ടിയാടാ? ഇതിലെ സ്പീഡിലൊന്നും പോവില്ല. ആ ബസ് അവിടെ നിർത്തോട്ടാ. അതിലാടാ. ആണോ? ഈ ആ ബസ് സ്റ്റോപ്പിലേക്ക് പോയിക്കോ. ആ. അതെ, അവള് സ്റ്റോപ്പിലുണ്ടാവും, പക്ഷെ ആ ബസ് എത്തുന്നതിന് മുമ്പ് നമുക്ക് അവിടെ എത്തണം. എത്തിക്കാടാ, നീ ഒന്ന് ക്ഷമിക്ക്. എന്തൊരു പോക്കിയത്. അവിടെ ഉണ്ടാവൂടാ അവള്. അവിടെ ഉണ്ടാവും. രമേശ് ഒന്ന് വേഗം എടാ, ഇനി വേഗം വേഗം ചവിട്ടി വിട്. പോട്ടെ പോട്ടെ. ശരി, കൂടാ നേരെ. വാ വാ എടാ, അപ്പൊ വൈകുന്നേരം ഗ്രൗണ്ടിൽ കാണാം. ഓക്കെ ഓക്കെ. വാടാ.